നേരം പുലരും മുൻപേ അവൾ ഓടിയെത്തി. പ്രതീക്ഷയോടെയല്ല, ഹൃദയം തകർന്ന നിലയിൽ. അത്രയും നാൾ അവൾ വിശ്വസിച്ചതെല്ലാം, പിന്തുടർന്നതായ പാതയെല്ലാം ഇപ്പോൾ ഒരു മുദ്രയിട്ട ശവകുടീരത്തിനുള്ളിൽ അവസാനിച്ചതുപോലെ തോന്നി. മഗ്ദലക്കാരത്തി മറിയ നിറകണ്ണുകളോടെ അവിടെ നിന്നു. അവളുടെ ഹൃദയം ചോദ്യങ്ങളാൽ നിറഞ്ഞു. കല്ലാരാണ് മാറ്റുക? അവിടെ കല്ലറയുടെ മുൻപിലെത്തിയ അവൾ ഞെട്ടിപ്പോയി. കാരണം ആ കല്ലറയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന ഭീമാകാരമായ കല്ല് ഇതിനകം നീക്കപ്പെട്ടിരുന്നു. ശവകുടീരം ശൂന്യമായിരുന്നു. അവൾ വിറയലോടെ പറഞ്ഞു, അവർ എൻ്റെ കർത്താവിനെ എടുത്തു കളഞ്ഞു. പക്ഷേ അപ്പോൾ ഒരു ശബ്ദം അവളുടെ പേര് വിളിച്ചു, മറിയം. അവൾ വിറയലോടെ തിരിഞ്ഞു നോക്കി. യേശുവിനെ കണ്ടു. മരിച്ചവനായിട്ടല്ല, ജീവനുള്ളവനായി. ആ നിമിഷത്തിൽ ദുഃഖം മാറി അവളിൽ പ്രതീക്ഷ നിറഞ്ഞു. അതേപോലെ നമ്മുടെ ജീവിതത്തിലും എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് നിന്നും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു തുടങ്ങും. മറിയത്തെ പോലെ എപ്പോഴും ഒരുക്കമുള്ളവരായി നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.